ചരിത്രമുറങ്ങുന്ന വടക്കേ മലബാർ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കുന്നത്തൂർപ്പാടി ദേവസ്ഥാനത്ത് ടീം ട്രൂ മീഡിയ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ ടീം ട്രൂ മീഡിയ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഭക്തി സാന്ദ്രമായിട്ടുള്ള ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. നാമം പാടി പാടി കുരുന്നേ പാടിപ്പടിയേറിയാൽ എന്നെ നിനക്ക് കാണാം, ഞാനിരുന്ന മടയും കാണാം. കാടല്ലേ എൻ്റെ വീട്, എത്ര കാട്ടുമൃഗങ്ങൾ കൂട്ടായി പൈതാഹം തീർക്കുവാനോ പനങ്ങൾ ഉണ്ടി മല നിറയേ. എന്റെ ഭക്തയല്ലേ, ഞാൻ നിന്റെ താങ്ങും തണലുമല്ലേ. നൊന്തു വിളിച്ചാലാ നേരം നിൻ വിളി കേട്ടിടണ്ടേ. അടിയാളക്കൊപ്പം കൂടി ഞാൻ അവരുടെ രക്ഷകനായി ഇല്ലം വിട്ടിങ്ങു ദൂരെ യോഗം മടപൂകി മുനിയാകുവാ. ഒരു കാലത്ത് പേർ കേട്ട അയ്യങ്കരയില്ലത്ത് പാടിക്കുറ്റിയമ്മ എന്നൊരു അന്തർജനമുണ്ടായി. വേളി കഴിഞ്ഞേറെ കാലം വാഴുന്നോർ ദുഃഖിച്ചു, സന്താന സൗഭാഗ്യം അവർക്ക് ഇല്ലാതെ പോയെന്ന്. മായാമഹേശ്വരനെ എന്നും നൊന്തു വിളിക്കുന്നു. ഓമന കുഞ്ഞിനായി അമ്മ നേരാത്ത നേർച്ചയില്ല. ഒരു രാവിൽ അന്തർജനം സ്വപ്നത്തിൽ ആ കാഴ്ച കണ്ടുവല്ലോ. ചന്ദ്രക്കല ചൂടി ശ്രീ പരമേശ്വരൻ തൊട്ടു മുന്നിൽ ആരാവിൽ കണ്ട സ്വപ്നം പാടി ആരോടും ചൊല്ലിയില്ല. സുഖമുള്ള ഓർമ്മയായി ദേവി സ്വപ്നത്തെ താലോലിച്ചു. ദുഃഖഭാരത്താലെന്നും വാടുന്ന അവതനമുഷസിൽ ഇന്നത്തെ പൂ പോലെ തെളിഞ്ഞു തോഴിമാർ ശങ്കിച്ചു. തിരുവഞ്ചിറക്കടവിൽ തമ്പ്രാട്ടി നീരാടി നിവരുമ്പോൾ ഒരു പിഞ്ചു കുഞ്ഞായി ഞാനന്ന് മുന്നിലവതരിച്ചു. തിരുനെറ്റിക്കല്ലിൽ നിന്നും വാരിയെടുത്തൊര കുഞ്ഞുമായി പാഞ്ഞുപോയി പാടിയമ്മ തമ്പ്രാന്റെ ചാരത്തേക്കാ നിമിഷം. അയ്യോ ഭഗവാനെ, എന്നോട് പോയി വാക്ക് ചൊല്ലുകയോ. പാടിക്കുറ്റമ്മയ്ക്ക് പൊന്മകനായി നീ പിറന്നിന്നോ. അല്ലലട്ടുമേതും ഇല്ലാതെ കാലം കൊഴിയും കാലം. ഉൾവിളി പോലെന്റെ മാനസമെന്തോ തേടുകയാ. നാലുകെട്ടും കടന്ന് നാടായ നാടു ചുറ്റി നടന്നു. പയ്യെ പയ്യെ പിന്നെ കാടും മേടുകളും താണ്ടി.
കാട്ടാനക്കൂട്ടങ്ങളും കാട്ടിലെ പക്ഷി മൃഗാദികളും നീ എന്നരികിൽ നിൽക്കും പോലെ എൻ മുന്നിൽ നിന്നിടും. വില്ലും ശരവുമേന്തി നായാട്ട് നായ്ക്കളും കൂട്ടിനായി രാപ്പകലില്ലാതെ മത്സ്യ മാംസങ്ങൾ ചുട്ടുതിന്നു. ഇല്ലത്തെ ചേരാത്ത വികൃതികളെല്ലാം ചെയ്തിട്ടും പാടിക്കുറ്റിയമ്മ എന്നും കാത്തിരിക്കില്ലേ നിന്നെ. ഞാനിവിടെ കിട്ടുന്നത് 14 വയസ്സ് മുതൽ ഇവിടെ മുത്തപ്പം കിട്ടുന്നുണ്ട്. ഏകദേശം 17 വർഷമായി ഇവിടെ ചെയ്തു വരുന്നത്. ഇപ്പം എല്ലാ കൊല്ലത്തിനെ അപേക്ഷിച്ചിട്ടെങ്കിൽ ഈ വർഷം പിന്നെ ഭയങ്കര ഒരു ജനത്തിരക്ക് കാണുന്നുണ്ട്. അപ്പം ഏകദേശം നമുക്ക് ന്യൂ ഇയറിൻ്റെ അന്ന് മാത്രമേ ഒരു തിരക്ക് കുറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും നല്ല തിരക്കുണ്ട്. ഈ ഒരു സമയം വരെ യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഉത്സവ വഴികൾ. തെയ്യങ്കെട്ട് മുത്തപ്പം കൂടാണ്ട് കനവത്തെ കുറേ തെയ്യം കെട്ടലുണ്ട്. ഏകദേശം നമ്മുടെ സമുദായത്തിൽപ്പെടുന്ന തെയ്യെല്ലാം ഏകദേശം കെട്ടലുണ്ട്. ഈ വർഷം കുഴപ്പമൊന്നുമില്ലാണ്ട് പോയിട്ടുണ്ട്. യാതൊരു ഈ സമയം വരെ ഒന്നുമില്ല. ഭക്തജനങ്ങൾ വെച്ചാൽ ഈ വർഷം നോക്കുമ്പം സ്ത്രീജനങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. മുമ്പ് പണ്ട് കാലത്ത് പിന്നെ ഈ മദ്യത്തിൻ്റെ പ്രശ്നം കുഴപ്പമെല്ലാം അടിയും പിടിയെല്ലാം കൊണ്ട് സ്ത്രീകൾ വരാൻ മടിക്കുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ട് ഇപ്പം പുരുഷന്മാർക്ക് കൂടുതൽ സ്ത്രീകൾ വന്നു ചേരുന്നൊരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ രാത്രിയായാലും ശരി പകലായാലും എല്ലാം നല്ല തിരക്കാണ്. ഇപ്പം പകൽ സമയങ്ങളിലും കൂടുതൽ ആൾ വരുന്നുണ്ട്. വനത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരുകളും പാറക്കൂട്ടങ്ങളുമാണ്. അതിനിടയ്ക്കാണ് ഭക്തന്മാർ ഇരിക്കുന്നത്. ഇരുന്ന് നല്ല സൗകര്യത്തിലിരുന്ന് കാണാനുള്ള സൗകര്യമല്ല, മറിച്ച് ആ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഭക്തന്മാർ കുന്നത്തൂർ പാടിയിൽ മുത്തപ്പനെ കാണാൻ വേണ്ടി വരുന്നത്. എന്നാൽ പണിയുണ്ട് പാരം ദേവ, തെറ്റുകൾ വല്ലതും വന്നു പോയാ കുറ്റപ്പെടുത്തല്ലേ എന്നെ ദേവ. ഇത്ര മഹാത്മ്യമുള്ള മലയിൽ ഈ അമ്പും മെല്ലും പിടിച്ച് നായാട്ടിനെഴുന്നള്ള പൊന്നുമുത്തപ്പന ഞാൻ ഭക്തിയോടെ വചിക്കുന്നു. ഇത്രയും ഈ മനുഷ്യാരവം ഈ കാട്ടിൽ കയറി വരുമ്പോൾ കുളിര് കോരുന്നു മനസ്സിൽ. മുത്തപ്പദേവ ചരിതം പാലാടി വാസനെന്നും കൈലാസവാസനെന്നും അറിയുന്ന അല്ലേ, അങ്ങനെയാണ്. അപ്പം ആ മൂർത്തികളെ എവിടെ അതിച്ച് ആരാധിക്കുന്നുവോ അവിടെയെല്ലാം ശുഭം ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ അല്ലേ, പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ അച്ഛനും അച്ചാച്ചന്മാരും പറശ്ശിനിക്കടവ് മുതൽ കുന്നത്തൂർ പാടി ഇങ്ങനെ കൊണ്ടുവന്നൊരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് കൊച്ചുമക്കളാണ്. അതിൽ ഞങ്ങൾ വരുത്തും പോക്കും ഞങ്ങളുടെ അമ്മയും മറ്റുള്ള എൻ്റെ കൂടപ്പുറപ്പുകളൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഞാനിപ്പോൾ ഇന്നിവിടെ നിൽക്കുന്ന ഈ സമയത്ത് ഇദ്ദേഹം എൻ്റെ മുതലാളിയാണ്. സന്തോഷ് കുന്നത്തൂർ മുത്തപ്പാടിയിൽ ഹോട്ടൽ കിടക്കുന്ന ഹോട്ടൽ അദ്ദേഹത്തിൻ്റെ ഇവിടെ ക്ലീൻ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും വയറ് നിറച്ച് മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ ഈ എല്ലാ ഹോട്ടലിലും ഒരാൾ മാത്രമല്ല, എല്ലാവരും ഈ ഭഗവാന്റെ സന്നിധിയിൽ ജീവിക്കുന്ന ഞങ്ങൾ 10-20 സ്റ്റാഫുകളുണ്ട് ഇവിടെ. ഞങ്ങളെ കുടുംബം പോറ്റുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരൊറ്റൊരു കാര്യം കൂടിയാണ്. ഭഗവാൻ ക്ഷണിച്ചു കൊണ്ടുവന്നത്. പിന്നെ ഏരുവയസ്സ് പാടിക്കുറ്റി കുന്നത്തൂർ പാടി മുത്തപ്പൻ എന്ന് പറഞ്ഞ പാടിക്കുറ്റി അമ്മയ്ക്ക് മകനായി വന്നവനും ഇവിടെ മൂലം പെറ്റ ബോധിക്ക് മകനായി മുത്തപ്പൻ ജനിക്കുകയും ഇങ്ങനെയൊക്കെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടത് കാര്യങ്ങൾ സത്യമായി കാണുന്നവർക്കും അറിയുന്നവർക്കും. നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇഷ്ടം പോലെ ആൾ വരാം. ബാലുശ്ശേരി, കോഴിക്കോട്, കൂട്ടാലട, നടുവണ്ണൂർ, ഉള്ളേരി, തിരുവത്തക്കടവ് ഇങ്ങനെയുള്ള മേഖലയല്ല. ഞാൻ ജനിച്ച കോഴിക്കോട് ജില്ലയിലാണ്. ഇവിടെ ജീവിക്കുന്ന കണ്ണൂർ ജില്ലയിലാണ്, മട്ടന്നൂർ കൊടുവള്ളിപ്പുറം. എൻ്റെ പേര് സാന്താകുമാരൻ. എൻ്റെ പേര് സന്തോഷ്. ഏകദേശം 13 വർഷമായി ഞാൻ ഈ ഹോട്ടൽ നടത്താൻ തുടങ്ങിയിട്ട്. പാടിയിലെ ഒരു ജീവനക്കാരൻ കൂടിയാണ്. നിങ്ങൾ അറിയുന്നതാണല്ലോ, നമ്മുടെ പാടി വന്ന ജനങ്ങൾ ഭക്തജനങ്ങളെ സ്വീകരിക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, മാന്യമായ രീതിയിൽ പെരുമാറുക, ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിൽ അവർക്ക് അവിടുത്തെ ചടങ്ങുകളെപ്പറ്റി വിശദീകരിച്ച് കൊടുക്കുക. ഭക്ഷണം കൊടുക്കുക, പൈസ മേടിക്കുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. അതായത് ഉത്സവം അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ സംബന്ധിച്ച് വരുന്ന ഭക്തന്മാർക്ക് എല്ലാ ചടങ്ങുകളെപ്പറ്റി അറിവുണ്ടാകും. അവർക്ക് അവിടുത്തെ ക്ഷേത്ര ആചാരങ്ങളെപ്പറ്റി അതിൻ്റെ പാലിക്കേണ്ട മര്യാദകളെപ്പറ്റിയും പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യുകയാണ് നമ്മുടെ ഒരു കടമ എന്നുള്ളത്. എല്ലാ ഭക്തരും എല്ലാ വർഷവും വരണം, അടുത്ത വർഷവും സ്നേഹത്തോടു കൂടി കുന്നത്തൂർ പാടിയിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം.
അപ്പോൾ നല്ല ഒരു നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക, ഉത്സവ അന്തരീക്ഷം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. തുടങ്ങിയിട്ട് ഏകദേശം 22 ദിവസമാകാൻ പോവുകയാണ് ഇന്ന് തുടങ്ങിയിട്ട്. ഇനി ഏകദേശം 8 ദിവസങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ. ലക്ഷക്കണക്കിന് ഭക്തർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. വിശ്വാസത്തോടു കൂടി വരുന്നു, എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നു. പല ജാതി മതസ്ഥർ വരുന്നുണ്ട് കുന്നത്തൂർപ്പാടിയിൽ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ജാതി എന്നുള്ളതില്ല മുത്തപ്പൻ എല്ലാവരെയും രണ്ട് കൈയും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്, സൗഹൃദത്തോടുകൂടി. അങ്ങനെയാണ് മുത്തപ്പൻ്റെ ഒരു രീതി. അതായത് ഓരോ വർഷം ചെല്ലും തോറും ഭക്തരെ ഏറി വരുന്നതിൻ്റെ ഒരു പ്രത്യേക ഇതെന്ന് പറയുന്നത് പാടിയിൽ അന്തരീക്ഷം അവർക്ക് സ്വീകാര്യമാണ്. വരുന്ന ഭക്തരോട് മാന്യമായ രീതി മാത്രം ക്ഷേത്ര ട്രസ്റ്റും ഭാരവാഹികളും പെരുമാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇത്. സുരക്ഷകളാണ് ഓരോ അമ്പലങ്ങളിലും ഒക്കെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് നമ്മുടെ പയ്യാവൂർ സ്റ്റേഷനിലെ ഓഫീസറാണ്. സാറിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. അപ്പോൾ വളരെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഓരോ ദിവസവും തിരക്കുണ്ട്. നമ്മുടെ ഇത്രയും ദിവസത്തെ നമ്മുടെ ഒരു സുരക്ഷാ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതുവരെ നമ്മൾ വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 10-20 അവധി ദിവസങ്ങളിൽ തിരക്കുണ്ട്, എല്ലാ ദിവസങ്ങളിലും നോർമൽ തിരക്കാണ്. എല്ലാ ദിവസങ്ങളിലും ഒരു 10-15ഓളം പോലീസുകാർ ഡെയിലി ഡ്യൂട്ടിയിലുണ്ട്. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഡ്യൂട്ടി കഴിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവരും ഇപ്പം പ്രത്യേകിച്ച് പറയാനില്ല, എല്ലാവരും വളരെ ഡീസൻറ്റ്. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ ഡീസൻ്റ് ആയിട്ടാണ്, ഫാമിലി ആയിട്ടാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. പറയാനുള്ളത് വളരെ സുരക്ഷിതമായി വന്നിട്ട് ദർശനം നടത്തിയിട്ട് ഉത്സവം കണ്ടിട്ട് പോകാന്നുള്ളതാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. അയ്യോ എൻ്റെ തമ്പരാനടിയൻ പിട കണ്ടോ ഒരു കാട്ടകത്ത് ഒരു തോക്ക് പോന്നോ ഒരു 12 അടിയൻ, തോക്ക് പോന്നോ ഒരു 12 അടിയൻ, മുത്തോക്ക് പോന്നോ ഒരു 12 അടിയൻ. ആകാശത്തോട് ഒരു വഞ്ചാരി വഞ്ചാരി നിൽക്കുന്ന കാട്ടിൽ ചെന്ന് കല്ലിട്ടേ നടിയിട്ടേൻ ഒന്നവാം തിരുവള്ളി മുന്നിൽ വരുത്തിട്ടിരുന്നതാ. അമ്പാലം തൊടുത്തു വളവിഞ്ഞ് കീടത്തോളക്കും കൂട്ടം നമ്പ് വലത്തോളക്കും കൂട്ടം നമ്പ് മണ്ഡലം തൊഴുത്തിട്ടേ ഓരോ സമയത്തിങ്ങൾ വന്നിവിടെ വെഞ്ചായിക്കൊള്ളും നമ്പ് വന്നിവിടെ വലഞ്ചായിക്കൊള്ളും നമ്പ് അമ്പും തിരക്കപ്പാനൂര് ഇളഞ്ഞെന്ത്രിയും തിരുവാണ ചൊല്ലുന്നു. തെക്ക് വടക്കായി വരുമ്പം വീട് കാണാവുന്നതാ.
ട്രൂ മീഡിയ ഇന്ന് കണ്ടത് നമ്മുടെ കുന്നത്തൂർപ്പാടി ദേവസ്ഥാനത്തെ ഭക്തജനത്തിരക്കും കുന്നത്തൂർപ്പാടി മഹോത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഭക്തജനങ്ങൾ തിങ്ങി ഞെരുങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് ട്രൂ മീഡിയ കേരള ഈ കുന്നത്തൂർപ്പാടി മഹോത്സവത്തിന്. താങ്ക് യു. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് പട്ടാമ്പി.